പ്രശ്നം ഉണ്ടാക്കി അവിടുന്ന് തന്നെ പറഞ്ഞത് എൻ്റെ കുട്ടിയാണ്, എൻ്റെ ഏട്ടൻ ജോലിയുണ്ട്, അതുകൊണ്ട് അത് പിടിപാട് കൊണ്ട് നമ്മൾ കഴിച്ചിലായി പോകുന്നോളും, കുഴപ്പമില്ല എന്നുള്ള ഒരു സംസാര രീതിയാണ് പരക്കെ ഇവിടെ കേൾക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അതൊന്നും നോക്കാതെ ഈ ഗവൺമെന്റിൽ ഉറച്ച വിശ്വാസവും നീതിപീഠത്തിലുള്ള ഉറച്ച വിശ്വാസവും കൊണ്ട് ഈ കുട്ടികളാണ്, അതുകൊണ്ട് ഇതിനി ആവർത്തിക്കാൻ പാടില്ല, മറ്റൊരു കുട്ടികളിലേക്ക് ഇതിന് പകരാൻ പാടില്ല. അതുകൊണ്ട് ഇതിന് കിട്ടേണ്ടതായ ഏറ്റവും വലിയ ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ട് അത് സമൂഹത്തിനൊരു പാഠമാവണം എന്നാണ്. നമ്മുടെ കുട്ടിയുടെ കൂട്ടുകാരും ഉണ്ട്, അവരും കൃത്യമായ ഒരു വിവരം നമുക്ക് തന്നിട്ടുണ്ട്. അവരും പറയുന്നുണ്ട് നമ്മളിപ്പോ അവനെ പകരം അത് ആ ഒരു പ്രകൃതി ഉണ്ടാകാൻ പാടില്ല. അതായത് അവളിലേക്കും ഈ ഒരു കാഴ്ചപ്പാട് പ്രകോപനപരമായിട്ട് ഒന്നും ഇനി ഇവിടെ അതിന്മേൽ അവസാനിച്ചു. ഇനി ഞങ്ങൾ ഐക്യത്തോടുകൂടി ഒരു കുട്ടി മറ്റൊരു കുട്ടിനോട് മോശമായ രീതി സംസാരിച്ചു കഴിഞ്ഞാലും അത് ടീച്ചേഴ്സ് ആയി കഴിഞ്ഞാലും പേരൻസ് ആയി കഴിഞ്ഞാലും അവർ തമ്മിൽ പറഞ്ഞും കാഞ്ഞ് ഒത്തുതീർത്ത ഒരു വൈരാഗ്യം, ഒരു വാശി അതില്ലാത്തൊരു സമൂഹമായി മാറണം എന്നാണ് എൻ്റെ കയ്യിൽ. ഇവിടെ പൊതുവെ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലം ഒരു ഗുണ്ട ഒരു ഇതിലാണ് വരുന്നത്, കൊട്ടേഷൻ സംഘം, അതിലെ മക്കളുകളാണ് ഇത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സംഘം ചേർന്ന് പോയി മർദ്ദിക്കുക, മറ്റൊരാളെ ഭയപ്പെടുത്തുക എന്നുള്ള സംസാര ശൈലിയാണ് ഇവിടെ പൊതുവെ നടക്കുന്നത്. ലഹരി കൊണ്ട് ലേശം കൂടുതൽ ഉപയോഗമുള്ള ഒരു ഏരിയ താമരശ്ശേരി. ആര് പറഞ്ഞൊരു സമൂഹങ്ങളിൽ ഇടപെട്ടിട്ടൊന്നും ഇല്ല. അത് പുറത്തുനിന്ന് ആളുകൾ വരുന്നു, അല്ലെങ്കിൽ ഇവിടെയുള്ള ആളുകൾ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുക ചെയ്യുന്നത്. ക്യാഷ് കൊണ്ടായി കഴിഞ്ഞാലും അല്ലാതെ ആയിക്കഴിഞ്ഞാൽ ഒരാൾ അതിൽ പെട്ട് കഴിഞ്ഞാൽ അവരെ ഊരി കൊണ്ടുപോകാനും സ്വാധീനം ചെലുത്തി വിടാനും ആളുകൾ ഇവിടെ ഉണ്ട്. അതാണ് ഇവിടെ സമൂഹത്തിന് പറ്റിയ ഏറ്റവും വലിയ ഒരു വീഴ്ച.